പൊന്നാനി മണ്ഡലത്തിലെ വായനശാലകൾക്കും 4 വിദ്യാലയങ്ങൾക്കുമായി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പി നന്ദകുമാർ MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 5.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുസ്തകങ്ങൾ വാങ്ങിയത്. വായനശാലകൾക്കും സ്കൂളുകൾക്കും പുസ്തകം കൈമാറി പി നന്ദകുമാർ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരളം എന്ന പുരോഗതിയിലേക്ക് വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതാണ് സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ ഇടപെടലുകൾ. നവോത്ഥാന കാലഘട്ടം മുതൽക്ക് തന്നെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെല്ലാം ഗ്രന്ഥശാല പ്രവർത്തകന്മാരായിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുക എന്നത് അത് രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. എന്റെ പ്രദേശത്ത് ഒരു വായനശാല ഉണ്ടാകും എന്നത് കലാ സാംസ്കാരിക മേഖലയ്ക്കകത്ത് ഗ്രന്ഥശാലകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഇടപെടലായിരുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എല്ലാ വായനശാലകൾക്കകത്തും വാർഷികം നടക്കുമ്പോൾ ഒരു നാടകം അവിടെ അവതരിപ്പിക്കുമായിരുന്നു, ഒരു അമേശ്വര നാടകം. അന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ഇന്ന് അതിനൊക്കെ പുറകോട്ട് പോയി മുന്നോട്ട് പോയിരുന്നത്. ഈ മുന്നോട്ട് പോക്കാണ് നമുക്കകത്തുള്ള ഐക്യത്തിന്റെയും സഹോദരത്തിന്റെയും എല്ലാത്തിനും വന്നിട്ടുള്ള കുറവിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വിശ്വസിക്കുന്നതാണ്. താലൂക്കിലെ 26 വായനശാലകൾക്കും GHSS മാറഞ്ചേരി, GHSS പാലപ്പെട്ടി, GLPS തെയ്യങ്ങാട്, GUPS കടവനാട് എന്നീ സ്കൂളുകൾക്കുമാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ, പൊന്നാനി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ ശ്രീനാഥ് സുദേശൻ, OO ഷംസു, വെളിയങ്കോട് സ്ഥിരം സമിതി അധ്യക്ഷൻ സേതുപുഴക്കര, കൗൺസിലർ സേഫ് പുളയ്ക്കൽ, മുൻ നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി, പൊന്നാനി AO TS ഷോജ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രാമകൃഷ്ണൻ മാസ്റ്റർ, വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.